കരുതൽ എന്ന മൂവി ഹീറോയിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ആ സിനിമയെ പറ്റി പറയോ, എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നത്? അപ്പോൾ ജോമി ചേട്ടനാണ് ഈ മൂവിയിൽ ഡയറക്ഷൻ ചെയ്തത്. അപ്പോൾ ജോമി ചേട്ടനെ ഹി ഈസ് മൈ ഫാമിലി ഫ്രണ്ട്. സോ അങ്ങനെ നെയ്ബറും കൂടിയാണ്. അപ്പം ജോമി ചേട്ടൻ എന്നോട് ചോദിച്ചു ലൈക്ക് ഇൻട്രസ്റ്റഡ് ആണോ, ഇങ്ങനെയാണ് മൂവീൻ്റെ സ്ക്രിപ്റ്റ്, ത്രെഡ് ആണ്, അങ്ങനെ എല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോരേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിൽ വന്നത്. അപ്പൊ മൂവി ലൈക്ക് നോർമലി മൂവി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണോ, അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നതാണോ? അല്ല, ഞാൻ ഓൾറെഡി ഞാൻ 2 മൂവി ചെയ്തിട്ടുണ്ട്. ഒന്ന് മലയാളമാണ്, ഒന്ന് തമിഴാണ്. മലയാളം റിലീസ് ആയിട്ടില്ല ഇതുവരെ. അപ്പം തമിഴ് റിലീസായി. സീൻ നമ്പർ 62 എന്ന മൂവിയാണ് ഞാൻ ചെയ്തത്. അതിൽ വൺ ഓഫ് ദ ലീഡ് റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ആക്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചേട്ടായിക്ക് അറിയായിരുന്നു. അപ്പോൾ ചേട്ടായി എന്നോട് ചോദിച്ചു എൻ്റെ പടം ഉണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഐ ഗെസ് 1 day ബിഫോർ ആണ് എന്നോട് സംസാരം ഉണ്ടായത്. നെക്സ്റ്റ് ഡേ ഞാൻ എത്തുന്നതും മൂവി ഇങ്ങനെ ഫസ്റ്റ് ഡേയ്സ് ആയിരുന്നു അവരുടെ മൂവിയുടെ സ്റ്റാർട്ട് ആയിരുന്നത്. അപ്പം പ്രശാന്ത് മുരളിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രശാന്ത് മുരളി ആണെന്ന്. ബിക്കോസ് ഞാൻ ബോൺ ഇൻ കേരളയാണ്, ബ്രോട്ടപ്പ് ഡൽഹിയിലാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് അത്രയും മലയാളം മൂവിയിലോട് അത്ര ഇതില്ല, പക്ഷെ ഞാൻ കാണും, അങ്ങനെയല്ല, ഐ എം വെരി ചൂസി. അപ്പോൾ അങ്ങനെ പ്രശാന്ത് മുരളി എനിക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ പറ്റി പ്രശാന്ത് മുരളി ഉണ്ട്. സുനിൽ സുഗത സാറിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് മൂവീസ്. അപ്പം അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു പ്രശാന്ത് മുരളി ആരാണ്, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈസ് ക്വൈറ്റ് പോപ്പുലർ ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ പുള്ളിക്കാരൻ്റെ കൂടെ ഷൂട്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഒരു ചെറിയ സീനായിരുന്നേ ഉള്ളൂ, പക്ഷേ കുറച്ച് നെർവസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോ ബോൺ കേരള ആണെങ്കിലും ബ്രോട്ടപ്പ് ഡൽഹി എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ലാംഗ്വേജ് ബാരിയേഴ്സ് തോന്നിയായിരുന്നോ? ബിക്കോസ് ഞാൻ 1 year ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു മലയാളം ഫ്ലുവൻസി കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും ഫ്ലുവൻ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. ചെറിയ വേർഡ്സ് ഇതിനൊക്കെ കുറച്ച് ഇത് വരാറുണ്ട്. ഡബ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഡബ് ചെയ്യുമ്പോൾ പ്രശ്നം വരും, ഉറപ്പായിട്ടും വരും. ബിക്കോസ് എനിക്ക് കുറച്ച് ഐ ഗെസ് എൻ്റെ സ്ലാങ് ആണോ, പക്ഷെ മലയാളം അങ്ങനെ ആയിട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ചിലപ്പം മറ്റേ ഡബ് ഞാനല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ